നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലില്ല. അങ്ങനെ വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിക്ക് കണ്ടല്ലോ, ബ്രസീൽ ഫ്രാൻസിനെതിരെ കളിക്കുമ്പോൾ ഓലെ 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 നെയ്മ നെയ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചാൻഡ് പാടുന്നത്. പിന്നെ ബ്രസീൽ ടീം വന്നിറങ്ങുമ്പോൾ ബ്രസീൽ ടീമിൻ്റെ അധികൃതരോട് നെയ്മർ എവിടെ എന്ന് ചോദിക്കുന്ന ആരാധകർ. ഇപ്പോൾ ഇന്നത്തെ മത്സരം, ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് US നടന്ന, നമുക്ക് ഇന്ന് പുലർച്ചെ നടന്ന മത്സരം. ആ കളിയിൽ നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ ബ്രസീൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരാധക കൂട്ടത്തിനിടയിൽ നിന്ന് പ്ലക്കാർഡുകളും പോസ്റ്ററുകൾ അതിപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട്. പ്രധാനമായി ഈ പുറത്തേക്ക് വന്നിട്ടുള്ള ചിത്രങ്ങളിലുള്ള പോസ്റ്ററുകൾ നോക്കാം. ഒന്ന് NJ10 നെയ്മർ ജൂനിയർ 10 എന്നുള്ളതാണ്. അദ്ദേഹം എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഭാഗമാണ്. പിന്നെ എ ക്രാക്ക് കാൻ ബി റീപ്ലേസ്ഡ്. നെയ്മറെ പോലുള്ള ഒരു ക്രാക്ക് പ്ലെയർ, അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പോസ്റ്റ്. മറ്റൊരാളുടെ പോസ്റ്റ് നോക്കണം. ഇത് കളിക്ക് ഇങ്ങനെ എഴുതി ഇങ്ങനെ ഉയർത്തി പിടിക്കുന്ന പോസ്റ്ററാണ്. അതിലുള്ളത് ഇഫ് യു സപ്പോർട്ട് നെയ്മർ യു സപ്പോർട്ട് ബ്രസീൽ. നെയ്മറെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലില്ല. നിങ്ങൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിലേ നെയ്മറെ സപ്പോർട്ട് ചെയ്യണം, നെയ്മർ ഫാൻസ് ആവണം, എങ്കിലാണ് ബ്രസീൽ ഫാൻസ് ആവൂ എന്നുള്ളതാണ് ആ ഒരു രീതി. ഏതായാലും ഇപ്പോൾ നിരവധി മുൻ താരങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്തരം നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലില്ല, ബ്രസീലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പോസ്റ്ററുകളൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായിരിക്കും ആഞ്ചലോട്ടി ഇതിനുള്ള ഒരു പ്രതികരണം അടുത്ത കോളപ്പിൽ എന്നുള്ളതാണ് അറിയേണ്ടത്. ആഞ്ചലോട്ടി എന്തായാലും ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത താരങ്ങളെക്കുറിച്ച് സംസാരിക്കാനില്ല എന്നുള്ള നിലപാട് നേരത്തെ വ്യക്തമാക്കിയതുകൊണ്ട് അദ്ദേഹം ഒന്നും പറയാൻ സാധ്യതയില്ല. പക്ഷേ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപനം അത് മെയ് 18 ബ്രസീൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതിൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലില്ല. ബ്രസീൽ ജയിച്ചാൽ അത് കൂട്ടൂല. നെയ്മർ ഇല്ലെങ്കിൽ ആ ജയമൊന്നും ജയമല്ല. കപ്പ് ഇപ്പോൾ 2019 കോപ്പ അമേരിക്ക നെയ്മർ ഇല്ലാതെ എല്ലായിടത്തും ചോദിച്ചാൽ അതൊന്നും കൂട്ടൂല എന്ന തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഇപ്പോൾ നെയ്മറിൻ്റെ മുമ്പും ബ്രസീൽ കപ്പ് അടിച്ചിട്ടുണ്ട്. നെയ്മർ ബ്രസീൽ ടീമിൽ വന്നതിന് ശേഷം വേൾഡ് കപ്പ് ഒന്നും ഇല്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് നെയ്മർ വന്നതുകൊണ്ട് ഇല്ലാതായതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബ്രസീൽ ടീമിൻ്റെ ഡിറ്റീരിയറേഷൻ്റെ ഒരു ഭാഗമായിട്ട് സംഭവിച്ചാണ്. നെയ്മർ ഒരു സൂപ്പർ പ്ലെയറാണ്, ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ മാജിക്കൽ പെർഫോമൻസ്, അദ്ദേഹം 100% ഫിറ്റായിട്ട് കളിക്കളത്തിലേക്ക് എത്തിയാൽ അദ്ദേഹത്തോളം മികവിൽ കളിക്കാൻ പറ്റുന്ന ഒരാൾ ഇന്ന് ബ്രസീൽ ടീമിൽ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഫിറ്റ് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അവൻ നെയ്മർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രസീലിൻ്റെ ജയമൊന്നും ജയമല്ല, ബ്രസീൽ എന്ന് പറഞ്ഞ ടീമില്ല, കോച്ച് ഒന്നുമല്ല എന്നൊക്കെ പറയുന്നതിൽ അങ്ങനെ പറയാമെന്നല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല. ആഞ്ചലോട്ടി കൃത്യമായിട്ട് തന്നെ നയം വ്യക്തമാക്കിയതാണ്. 100% ഫിറ്റാണോ നെയ്മർ വേൾഡ് കപ്പ് കളിച്ചിരിക്കും. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.